പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മുഖത്തപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 36ാമത്തെ പകൽ സ്തോത്രം. വന്നു ചേർന്ന എല്ലാ ദൈവമക്കളും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആരാധന മിസ് ചെയ്യാതെ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയോടെ കടന്നു വന്ന കുഞ്ഞുങ്ങൾ സ്തോത്രം, സൺഡേ സ്കൂളിൽ കടന്നു വരുന്ന അധ്യാപകർ, അതുപോലെ തന്നെ മറ്റ് എല്ലാ വിശ്വാസികളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഓരോ ആരാധനകളും ദൈവസന്നിധിയിൽ ഒരു യാഗം എന്നതുപോലെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 36ാമത്തെ പകലും ഒരു യാഗപീഠം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസം ഇരിക്കുന്ന ദൈവദാസന്മാർ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. അവർ ചിലപ്പോൾ ക്ഷീണിതരായിരിക്കും. നമ്മൾ ക്ഷീണിച്ചല്ല ഇരിക്കേണ്ടുന്നത്, ഇന്ന് നമ്മൾ പുതുബലം പ്രാപിച്ചാണ് ഇരിക്കേണ്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠം വരിക നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പലവിധമായ പ്രശ്നത്തിൽ കൂടെ പോകുന്ന വ്യക്തികൾ ഇതിൻ്റെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവരോട് വ്യക്തമായി സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ മനുഷ്യന്റെ ശബ്ദമല്ല കേൾക്കേണ്ടുന്നത്, ഉയരത്തിൽ നിന്നുള്ളൊരു ശബ്ദമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, എനിക്ക് ഉയരത്തിൽ നിന്ന് കേട്ടേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഏറി വരുന്ന എല്ലാ കഷ്ടങ്ങളും എല്ലാ പ്രതികൂലങ്ങളും ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ അതറിയാവുന്ന ഒരു സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ കർത്താവിന് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ആ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ വിവിധമായ ട്രാവലിങ്ങിലായിരുന്നു, ഒത്തിരി പേര് യാത്രകളിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ ആരാധനയിൽ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പലവിധമായ അപകടങ്ങൾ ദിനം പ്രതി പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നാം കേൾക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അടൂര് തന്നെ 2 ചെറുപ്പക്കാർ പെട്ടെന്നൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഹല്ലേലൂയ. അറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ്. ഒരു നിമിഷം കൊണ്ട് തന്നെ തകർന്നു പോയി. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയൊന്നും നമ്മുടെ കുടുംബത്തെ ഒന്നും ആഴ്ത്താതെ നമ്മളെ പരിപാലിച്ച ഒരു ദൈവം ഇന്ന് പകലിൽ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? കർത്താവേ, ഞങ്ങളെ കാത്തു പരിപാലിച്ചതോർത്ത് കർത്താവിനെ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്ത് അനുവദിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. പലപ്പോഴും ഈ സഭയിൽ വരുമ്പോൾ, നമ്മുടെ സഭയിൽ കൂടുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഷ്ടിച്ചാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ നിര എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏരിയ മീറ്റിങ്ങുകളിലൊക്കെ അതിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അവിടെയൊക്കെ ദൈവസാന്നിധ്യം ചലിച്ചുകൊണ്ടിരുന്നു. പല ഏരിയയിലും ദൈവസാന്നിധ്യം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കൊള്ളാത്തതുപോലെ വലിയ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവസാന്നിധ്യം 4 ഏരിയയിലും പടർന്ന് പന്തലിക്കുവാൻ പോകുകയാണ്. അനേകർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥനയോടായിരുന്നാൽ കർത്താവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഞ്ചയോടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറയട്ടെ, അവരുടെ ഉള്ളത്തെ നിറയ്ക്കാൻ പോകുകയാ. ശൂന്യമായിരിക്കുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയുകയാ, അവരുടെ ഉള്ളത്തെ നിറയ്ക്കാൻ പോകുകയാ. ദുഃഖത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്കൊരു നല്ല വർത്തമാനം ഷെയർ ചെയ്യുകയാ. നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു സർവശക്തിയുള്ള ദൈവം വന്നിട്ടുണ്ട്. Praise the Lord. Hallelujah, hallelujah. അതേ പ്രാർത്ഥനയോടായിരിക്കാം. വേഗം അല്പനേര ചിന്തയ്ക്കായി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം. ഹല്ലേലൂയ. 24ാമത്തെ വേദശകലം. അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ യെസ് ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബൈബിളുകളും ഒന്ന് അടച്ചൊന്ന് സൈഡിലോട്ട് വെക്കാമോ? ഹല്ലേലൂയ. അല്പസമയം നമ്മൾ ഇത് ചിന്തിക്കാൻ പോവുകയാണ്. വായിച്ച് നമ്മൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ബെൽസെബൂൽ എന്ന് പറയുന്ന ഒരു അന്യായ ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർക്ക് നേരെ, ദൈവജനത്തിന് നേരെ പ്രബലപ്പെട്ടിരുന്ന ഒരു ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരാണ് ഈ പിശാചിനെ കണക്ട് ചെയ്ത് വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിട്ട് ആരാധിക്കുന്നുണ്ട്, നന്നായി വചനങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ,
ഇങ്ങനെ പോകുന്ന വ്യക്തികളെ ടാർഗറ്റ് ഇട്ട് പിടിച്ച് അവരിലേക്ക് അന്യായ ബന്ധനങ്ങളെ, അന്യായ ശക്തികളെ പ്രവേശിപ്പിക്കുക എന്നൊരു ദൗത്യമാണ് ഈ ബെൽസെബൂലിനുള്ളത്. പ്രൈസ് അല്ല. ഇന്ന് പകലിൽ പറയട്ടെ, ഇതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഇതിനെ പറ്റി പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവും തന്റെ ശിഷ്യന്മാരും ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത്, അതിശയങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുകയാ. ഇങ്ങനെ അവർ ദൈനംദിന യാത്ര ചെയ്തു പോകുമ്പോൾ കുരുടരായിരിക്കുന്ന വ്യക്തികളെ, ചെകിടരായിരിക്കുന്ന വ്യക്തികളെ, മുടന്തന്മാരെയൊക്കെ യേശുവിന്റെ അടുത്തേക്ക്, ഹല്ലേലൂയ, ഈ വലിയ സമൂഹം കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ ചിന്തിക്കുന്നത്, പ്രൈസ് അല്ലോ, ഇത് എനിക്ക് ജന്മനാ വന്നതാണ്, ഇത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ്, എനിക്ക് ഇങ്ങനെ ഇവിടെ പോയപ്പോൾ കിട്ടിയതാണ് എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത. പക്ഷേ കർത്താവ് എന്താ കണ്ടെന്നറിയാമോ? ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടുന്നൊക്കെയോ ഞാൻ പോയപ്പോൾ, എവിടുന്നൊക്കെയോ ഭക്ഷണപാനീയത്തിൽ നിന്ന് എനിക്ക് അന്യായ ബന്ധനത്തെ എൻ്റെ അതരത്തിലേക്ക് കയറി, ഇല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലേക്ക് കയറി, എൻ്റെ ചിന്തയിലേക്ക് കയറി എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് കാണുന്നത് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. കർത്താവ് പറയും, ഇത് ബെൽസെബൂലിന്റെ പ്രവൃത്തികളാണ്. ഇന്ന് പകൽ പറയട്ടെ, ഇതിൻ്റെ അകത്ത് ചിലരെ നഷ്ടത്തിലാക്കുവാൻ, ചിലരെ കഷ്ടത്തിലാക്കുവാൻ, ചിലരെ ദുഃഖത്തിൽ കൊണ്ടുവരുവാൻ ബെൽസെബൂലിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നുണ്ട്. അതിനെ കാണുവാൻ ഒരു കണ്ണുണ്ടെങ്കിൽ, അതിനെ കാണുവാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, അതിനെ തകർക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചരിത്രം പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഇവരുടെ പാടത്തുള്ള നന്മളെയൊക്കെ ഇത് വെട്ടിത്തിന്നതായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബെൽസെബൂൽ എന്ന് പറയുന്നത് ബാലിന്റെ ദൈവമാണെന്ന് പറയുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാൽ ദൈവമാണ് ഈ ബെൽസെബൂലായിട്ട് പുതിയ നിയമത്തിൽ കരേറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ബാൽ ദൈവം എന്ന് പറയുന്നത് ഈച്ചകളുടെ രാജാവാ. ഒന്നും കൂടെ പറഞ്ഞാൽ, ഹല്ലേലൂയ, കനാനിയർ വന്ന്, ഹല്ലേലൂയ, പാലസ്തീന്റെ ദൈവമായിരിക്കുന്ന ഇവൻ വന്ന് കനാനിയർ വിതച്ചിരിക്കുന്നത് പലപ്പോഴും കൊയ്തെടുത്തുകൊണ്ട് പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്മകളെ വന്ന് അടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഈ നന്മകൾ നമ്മൾ ഉറങ്ങുമ്പോൾ പലപ്പോഴും ഈ ഈച്ചകൾ വന്ന് അതിനെ നശിപ്പിച്ചു കളയാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, ഈച്ചകളുടെ രാജാവായിരുന്നാലോ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാ, ബെൽസെബൂലിനെ തകർക്കുവാൻ ഒരു സ്വർഗീയ ശക്തിയുണ്ട്. അത് യേശുവിന്റെ നാമം തന്നെയാ. ഏത് അന്യായ ബന്ധനങ്ങളായിരുന്നാലും, ഏത് പിശാചിന്റെ തന്ത്രങ്ങളായിരുന്നാലും അതിനെ തകർക്കുന്ന, അതിനെ ഉടയ്ക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ കാണുന്ന ഒരു വാക്യം ഇങ്ങനെയാ, പ്രൈസ് അല്ല, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല. പ്രൈസ് അല്ല. പലപ്പോഴും പ്രൈസ് അല്ല, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാ, ചതഞ്ഞിരിക്കുക, എല്ലാം ഇങ്ങനെ തീർന്നു പോകുമെന്നിരിക്കുക. പ്രൈസ് അല്ല, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ദൈവസന്നിധിയിൽ വന്നൊരു സൗഖ്യം വേണമെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ബെൽസെബൂലിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് പകൽ പറയുവാൻ കഴിയുമോ? ഏതൊക്കെ പ്രവൃത്തികൾ അപ്പുറത്ത് നിന്നാല് ഞാൻ യേശുവിന്റെ നാമം വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ യേശുവിനെ ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ അതിന് മേലിൽ കാര്യം ചെയ്യുവാൻ ഒരു കാര്യസ്ഥനുണ്ട്. ഈച്ചകളുടെ നാഥൻ എന്താ ഇവനെ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, ഈ നരകത്തിൽ 7 ദൂതന്മാർ, ഇല്ലെങ്കിൽ 7 അശുദ്ധാത്മാക്കൾ അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വെട്ടിയിട്ട ദൂതന്മാരുടെ ഒരു സംഘം തന്നെ ഈ നരകത്തിലുണ്ട്. അതിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ 7 ദൂതന്മാരിൽ, പ്രൈസ് ദി ലോർഡ്, 7 അശുദ്ധാത്മാക്കളിൽ, പ്രൈസ് ദി ലോർഡ്, അതിന്റെ നടുവിൽ നിൽക്കുന്നവൻ, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദത്തിന്റെയും ദുഃഖത്തിന്റെയും നാഥൻ എന്ന ഇവനെ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു നിരാശ കയറി കൊണ്ടുവരത്തില്ലേ? അത് ഇവൻ കൊണ്ടുവരുന്നതാ. ഇന്ന് പകലിൽ ആത്മാവിൽ കാണുവാൻ കഴിയുമോ? ബെൽസെബൂലിനെ തകർക്കുന്ന, ബെൽസെബൂലിനെ ഉടയ്ക്കുന്ന ഒരു സ്വർഗീയ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാ. ഇന്ന് പകൽ ചില ഭവനത്തിലേക്ക് വെളിപ്പെടുകയാ. ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരികയാ.
ആരാധനയാല അർത്ഥരാരേഖരാതിയാല ഒരു സന്തോഷവും കാണുവാൻ കഴിയുന്നില്ല, ഒരു സന്തോഷവും കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ പറ, എല്ലാ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ പോകുകയാണ്. പലരും ചിന്തിക്കുന്നത് ഈ അന്ധകാരം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഈ മുടന്തെന്ന് പറയുന്നത്, ഈ ഹല്ലേലൂയ, ഈ വ്രണമെന്ന് പറയുന്നത്, ഇപ്പുറത്ത് ഹല്ലേലൂയ എപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഹല്ലേലൂയ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ കഴിയാതെ സൗഖ്യം 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലയോ, ഇന്ന് പകൽ ആത്മാവിന്റെ കണ്ണിൽ കൊണ്ടത് കണ്ടു നോക്കുക. അതിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു അന്യായ ബന്ധനമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. അതിനെ തകർക്കുവാൻ യേശുവിന്റെ നാമത്തിന് കഴിയോ. ഇന്ന് പകൽ പറ, കർത്താവെ അങ്ങേ കൊണ്ട് സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സന്തോഷം വരുമ്പോൾ അതിനെ പെട്ടെന്ന് ദുഃഖത്തിലോട്ട് കൊണ്ടുപോകുന്നില്ലേ? ഹല്ലേലൂയ. എങ്ങനെങ്കിലും ഒക്കെ ഭവനമൊന്ന് കരപിടിക്കുവാൻ കയറുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്നൊരു നിരാശ കൊണ്ടുവരുന്നില്ലേ? അതൊക്കെ ഈ ബെൽസെബൂലിന്റെ പ്രവൃത്തികളാ. അശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കാണുവാൻ ഒരു സ്വർഗീയ കണ്ണ് എന്റെ അധരത്തിൽ കർത്താവ് തുറക്കണമേ, എന്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിക്കണമേ. ഇന്ന് പകൽ പറയുവാൻ കഴിയുമോ, അതിനെ തകർക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ബെൽസെബൂലിന്റെ പ്രവൃത്തികളായിരുന്നാലും ഇന്ന് പകൽ ആത്മാവിന്റെ കണ്ണുകൊണ്ട് പറ, ഹല്ലേലൂയ, അതിനെ തകർക്കും കഴിവുള്ള ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാം, അങ്ങനെ ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. പ്രൈസ് അല്ല. അതിനുവേണ്ടി ഒരുങ്ങാമെന്ന് ആഹ്വാനം ചെയ്ത് ദൈവസ്ഥലിൽ താണിരിക്കുന്നു. സമയത്തെ അനുവദിച്ച ദൈവദാസന്മാരോടുള്ള നന്ദി രേഖപ്പെടുത്തി താണിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ.